ഹായ് ഗൈസ്, നമ്മളിന്ന് സൗദി ഡേറ്റ ഫ്ലോയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സൗദി ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. നേഴ്സസിൻ്റെ നമ്മളിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവരുടെ ബേസിക് സൗദിയിൽ, കുവൈറ്റിൽ, ഒമാനിൽ, ദുബായിലൊക്കെ പോകുന്നതിന് മുമ്പേ ഇവർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ് വെരിഫിക്കേഷൻ പ്രോസസ്സ്. ഇതിൽ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇപ്പം കർണാടക ആയിരിക്കും, ചിലപ്പം കേരള ആയിരിക്കും, അത് നമ്മൾ വെരിഫിക്കേഷന് വിടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചിറങ്ങി, ഇപ്പോൾ കർണാടകയിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്, നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും, അത് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. സൗദിയുടെ ആണെങ്കിൽ മാക്സിമം നമ്മുടെ ലാസ്റ്റ് 1 ഇയർ ആയിരിക്കും നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേക്കൻസി കിട്ടിയ ഹോസ്പിറ്റലുകാർ പറയുകയാണ് നിങ്ങളുടെ പഴയ എക്സ്പീരിയൻസും കൂടി നിങ്ങൾ ഡേറ്റ ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ആഡ് ഓൺ ആണ്. ഇത് ഡേറ്റ ഫ്ലോയ്ക്ക് ബേസിക് ഒരു എമൗണ്ട് കാണും. ഇപ്പം 22 അല്ലെങ്കിൽ 25, അത് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം നമുക്ക് ഓണായിട്ട് വേണേൽ ചെയ്യാം, അറിയാവുന്നവർക്കാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടൻസി വഴിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് എമൗണ്ട് കാണും. പിന്നെ ഇത് ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ്. ഓക്കെ, ആദ്യത്തെ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക്. ഓക്കെ, ഇത് ഏകദേശം ഒരു 15 മുതൽ 20 ദിവസം വരെയാണ് ടൈം എടുക്കുന്നത്. നമ്മൾ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ എല്ലാം സോഫ്റ്റ് കോപ്പീസ് നമ്മൾ വൃത്തിയായിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കണം ഈ ചെയ്യുന്ന ആൾക്കാർക്ക്. അല്ലെങ്കിൽ നമ്മൾ ഓണായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ ഫ്ലോ സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എക്സ്പീരിയൻസിൻ്റെ നമുക്ക് മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ HR സർട്ടിഫിക്കറ്റാണ് വാങ്ങിക്കേണ്ടത്. പലപ്പോഴും നിങ്ങൾ അവിടുത്തെ സൂപ്രണ്ടൻ്റോ അങ്ങനെ വല്ലതും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ HR സർട്ടിഫിക്കറ്റാണ് വാങ്ങിച്ചതെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ഡേറ്റ ഫ്ലോയ്ക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഡേറ്റ ഫ്ലോയ്ക്ക് 20 മുതൽ 25 ദിവസങ്ങളാണ് വരുന്നത്. അഥവാ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടൻസീൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ, ഡേറ്റ ഫ്ലോയെ പറ്റി കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ